അവന് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അവൻ അതിക്രൂരമായി കൊന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞനുജനെ. അറിഞ്ഞിടത്തോളം വാപ്പയുടെ സ്ഥാനത്ത് നിന്നാണ് അവൻ ആ പയ്യനെ നോക്കിയത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്ന് പഠനം ഉപേക്ഷിച്ച് ജോലിയൊന്നുമില്ലാതെ ഇരിക്കാനുള്ള അവൻ്റെ ധൈര്യം വാപ്പയുടെ പണമായിരുന്നു. കോവിഡ് അത് തകർത്തപ്പോൾ അവൻ്റെ സമനില തെറ്റി. അതുവരെ സുലഭമായിരുന്ന പണം പലയിടത്തു നിന്നും കിട്ടാതെയായി. കടക്കാർ വീട്ടിൽ വന്നു തുടങ്ങിയപ്പോൾ മൂത്ത മകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവന് പറ്റാതെയായി. എന്നാൽ പഠനവും ജോലിയില്ലാതെ അവന് കൂടുതൽ കടങ്ങൾ ഉണ്ടാക്കിയല്ലാതെ എന്തു വഴി? ഒപ്പം ലഹരിയും. അനുജൻ്റെ ഫീസ് അടക്കാൻ പോലും നിവൃത്തിയില്ലാതായപ്പോൾ സംഭവ ദിവസം ഉമ്മയോട് 2000 രൂപ ചോദിച്ചു. ഉമ്മ അത് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെയും വെറുക്കുന്നവരെയും മുഴുവൻ കൊന്നുകളയാമെന്ന് അവനങ്ങ് തീരുമാനിച്ചു. ലഹരിയും മാനസിക രോഗവും ഒന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള ഒരാളുടെ പ്ലാനിങ് അത്ര കൃത്യമാവില്ല. ഇനി മുന്നോട്ടുള്ള ആർഭാട ജീവിതത്തിനും ലഹരിക്കും ഇനി പണമുണ്ടാകില്ല എന്ന ധാരണയാണ് അവനെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചത്. ഇവൻ നാളെ നിയമത്തിൻ്റെ പഴുതിലൂടെ ഇറങ്ങിപ്പോന്നാൽ പഠിക്കാൻ സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാതെ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന പയ്യന്മാരും പെമ്പിള്ളേരുമൊക്കെ വീട്ടുകാരെയും കൊന്ന് ജയിലിൽ കിടക്കാമെന്ന് തീരുമാനിക്കും. ചുറ്റികകൾ മേടിക്കും. പല മാതാപിതാക്കളും ഈ വിധം മക്കളുടെ ചുറ്റികൾക്ക് ഇരകളാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?